നമസ്തേ സ്റ്റുഡൻസ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു വർക്ക്ഷീറ്റ് ഞാൻ നൽകുകയുണ്ടായി. അതിലത്തെ ചില പ്രോബ്ലംസിന്റെ ഡിഫിക്കൽട്ടീസ് കുട്ടികൾ ചോദിക്കുകയുണ്ടായി. അങ്ങനെയുള്ള 2-3 പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതാം. ദി nth ടേം ഓഫ് an arithmetic sequence എന്ന് പറഞ്ഞാൽ arithmetic sequence ഷോർട്ടായിട്ട് എഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. The nth term of an arithmetic sequence is nth term of an arithmetic sequence is 5n minus 7. Find first term, common difference. ഇതാണ് ചോദ്യം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് I have told you an arithmetic sequence is of the form. എങ്ങനെ പഠിപ്പിച്ചത്? അതിന്റെ nth ടേമിൽ ഫോം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. dn plus b. So the nth term of an arithmetic sequence dn plus b. But any form like this becomes an arithmetic sequence. dn plus b ഫോമിൽ വരുന്നതൊക്കെ arithmetic sequence ആയിരിക്കും. അപ്പൊ എന്നോട് വേറെ ചിലർ ഡൗട്ട് ചോദിച്ചു, സാർ വാട്ട് ഈസ് ബി? ബിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. ഒന്നുമില്ല, നമ്മൾ അതിന്റെ ഡെറിവേഷൻ പറഞ്ഞായിരുന്നു. ബി എന്ന് പറയുന്നത് നമ്മളൊരു ഇതായിട്ടാണ് എഴുതുന്നത്. എഫ് മൈനസ് ഡി. ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ബി. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി. ദിസ് ഈസ് എ ഫോം nth ടേം ഓഫ് an arithmetic sequence dn plus b. ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ദി nth ടേം ഓഫ് an arithmetic sequence is 5n minus 7. നിങ്ങൾക്ക് സംശയം വരും, സാർ ഇവിടെ പ്ലസ് അല്ലേ ഇവിടെ മൈനസ് ആണല്ലോ, അപ്പൊ എങ്ങനെ ശരിയാവാൻ ചോദിക്കും. നമുക്ക് ഡി എൻ പ്ലസ് ബി ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം, തന്നുള്ള കണക്ക് നോക്കാം. ദാറ്റ് ഈസ് xn is equal to 5n minus 7. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഇവിടെ. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ എങ്ങനെ ഇതിനെ പ്ലസ് ആക്കി നമ്മൾ മാറ്റി എഴുതുക? ഹൗ ഡു യു റൈറ്റ് 5n plus minus 7? കണ്ടോ, ദിസ് ഈസ് എ വേ ടു rewrite this nth term. 5n minus 7 can be written 5n plus minus 7. Now you compare ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ. ഇവിടെ ഡിയുടെ സ്ഥാനത്ത് എത്രയാണ്? 5. സോ ഡി ഈക്വൽ ടു 5. ഇനി ഇവിടെ ബി, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ബി ഇവിടെ ഉണ്ട്, ഇവിടെ ബിയുടെ സ്ഥാനത്ത് എത്രയാണ്? മൈനസ്. സോ ബി ഈസ് ഈക്വൽ ടു -7. വെറും 7 എഴുതിയത് തെറ്റിപ്പോയി. അതാണ് ചിലർക്ക് സംശയം ഉണ്ടായിരുന്നത്. സോ കമ്പയർ ചെയ്യുമ്പോൾ ഡി 5 കിട്ടും, ബി കിട്ടും -7. പക്ഷെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടൈം കിട്ടണം. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ്. അപ്പൊ ബിയുടെ ഫോർമുല നമുക്കറിയാം. ബിയുടെ ഫോർമുല എന്തായിരുന്നു? ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി ഈസ് ഈക്വൽ ടു -7. ഡി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 5. സോ എഫ് മൈനസ് 5 is equal to -7. എഫ് is equal to -7 plus 5 equal to -2. This is the answer. So the first term is -2. First term is -2. Common difference 5. This is a very important problem. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഏത് തന്നാലും ഏത് പ്രോബ്ലം ചോദിച്ചാലും യു ഹാവ് ടു റീറൈറ്റ് ഇറ്റ് ആസ് dn plus b ഫോർമാറ്റിൽ എഴുതണം. dn plus b ഫോർമാറ്റിലേക്ക് എഴുതിയതിനു ശേഷം വേണം നമുക്ക് ഇത്തരം കണക്കുകൾ ചെയ്യാനായിട്ട്. അപ്പൊ യു വിൽ ഗെറ്റ് d is equal to 5, f is equal to -2. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതറിയാത്തവരുണ്ടെങ്കിൽ അതൊന്നുകൂടി കറക്റ്റ് ചെയ്ത് എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ ലെറ്റ്സ് ഡു ദിസ് പ്രോബ്ലം ഇൻ അനദർ വേ. വേറെ ഇത് കൂടി ചെയ്യാം. പല രീതികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കമ്പയർ ചെയ്താണ് ചെയ്തത്. ഇതെന്താ ശരിക്കും? ആക്ച്വലി ദിസ് ഈസ് ദ nth ടേം. എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 10ാമത്തെ ടൈം കണ്ടുപിടിക്കാം, 100 ആണെങ്കിൽ 100ാമത്തെ ടൈം കണ്ടുപിടിക്കാം. അപ്പോ 1 ആണെങ്കിലോ? സോ ലെറ്റ്സ് ഗിവ് x1, that is 5 into 1 minus 7, that is 5 minus 7 is equal to -2. ഇനി 2 കൊടുത്താലോ? x2, that is 5 into 2 minus 7, that is 10 minus 7 is equal to 3. x3,
5 into 3 minus 7. So 15 minus 7 is equal to 8. Next, x4, that is 5 into 4 minus 7, that is 20 minus 7 is equal to 13. So this is the way to find out all the terms. It's another method. So let us write the sequence, that is minus 2 comma 3 comma 8 comma 13 comma etc. See, so which is the first term here? Minus 2. Now, how do you find D? Let us find out D. D is equal to second term minus first term, that is x2 minus x1, that is 3 minus 2, that is 3 plus 2 is equal to 5. Got it? So this is the answer that we got in the first method. So in both ways you can attempt this question. I think this is a better way as a comparison. First method is a better, that is you can do it easily. Clear? So this problem can be done in both ways. Okay, let us discuss next question. The nth term of an arithmetic sequence is 2n plus 1 by 2. Write the sequence. This is a question. So to write the sequence, we have to find out first term and common difference. Correct? So the first term and common difference can be found out using the method, comparison method, that we have discussed in the first problem. So let us write the nth term dn plus b, and our given problem xn is equal to 2n plus 1 whole divided by 2. So you just look at it here. Both are the same model, dn plus b is 2n plus 1 by 2. They are in different way of model. So make it dn plus b mod. ഇതും ഒരേ ഒരു മോഡലല്ല എടുക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊരു ഡി എൻ പ്ലസ് ബി ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റാം. ഡി എൻ പ്ലസ് ബി ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ? ദാറ്റ് ഈസ് 2n by 2 plus 1 by 2. അത് ഡി എൻ പ്ലസ് ബി ഫോർമാറ്റിലേക്ക് ആക്കുന്നു. എന്നിട്ട് വേണം കമ്പാരിസൺ ചെയ്യാൻ. Therefore 2n to get cancelled, that is n plus 1 by 2. അപ്പൊ ഇവിടെ നോക്കൂ, ഡി എൻ പ്ലസ് ബി, ഇവിടെ n പ്ലസ് 1 by 2. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഡിയുടെ സ്ഥാനത്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ 0 എന്നാണ് അർത്ഥം. അല്ല. സോ കമ്പയർ ചെയ്യുമ്പോ d is equal to നോക്കൂ, ഇവിടെ d ഉണ്ട്, ഇവിടെ ഒന്നുമില്ല എന്നല്ല അർത്ഥം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ എന്താണ്? 1 എന്നർത്ഥം. സോ d is equal to 1. Then here b, ഇവിടെ എത്രയാണ് b? b is equal to 1 by 2. b is equal to 1 by 2. So d is equal to 1, b is equal to 1 by 2. Now what is b? b is equal to f minus d is equal to half. That is f minus d നമുക്കറിയാം 1 is equal to half. That is f is equal to half plus 1. Half plus 1. ചിലൊരു ഫ്രാക്ഷന്റെ അഡീഷൻ മറന്നു പോയിരുന്നുണ്ട് കേട്ടാ. half plus 1, that is 1 plus 2 by 2, that is 3 by 2. So this is the first term. This is the first term. So d is equal to 1, f is equal to 3 by 2. Common difference 1, f is equal to 3 by 2. Okay, now we have to write the sequence. Sequence on your first term, x1 is equal to 3 by 2, that is f. പഠിച്ചാണ് നമ്മൾ. x2 നമ്മൾ എന്ത് ചെയ്യാ? x1 plus d, that is 3 by 2 plus 1, that is ഇവിടെ എഴുതുമ്പോ 3 by 2 plus 2 by 2, that is 5 by 2. x3, that is x1 plus 2d, we have studied. So that is x1, 3 by 2 plus 2 into 1, that is 3 by 2 plus 2, that is 3 by 2
plus 4 by clear. So x3 3 by 2 plus 2 into 2 by 2 by 2, that is 3 by 2 plus 4 by 2, that is 3 plus 4 7 by 2. So you can write down the sequence. First term 3 by 2, second term 5 by 2, then third term 7 by 2, like that. So sequence, that is 3 by 2, 5 by 2, 7 by 2. This is the way to write. So ഏത് പ്രോബ്ലം തന്നാലും നമുക്ക് അതിനെ DN+B ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇത്തരത്തിലെ DMF കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ടും കണ്ടുപിടിക്കാം. ഇതാണ് ഈ പ്രോബ്ലങ്ങളുടെ പ്രത്യേകത.